ഓക്കെ, നമ്മൾ ലിപ്പിഡ് ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് മിസലേനിയസ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 4 ലൈനുള്ള പാരഗ്രാഫേ നമുക്കിത് പഠിക്കാനുള്ളൂ. ജസ്റ്റ് 1 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി തീർക്കാം. അപ്പം ക്ലാസിഫിക്കേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതോടുകൂടി ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എസ്സേക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ് എന്നുള്ള ഒരു കമ്പോണൻറ്റ് എഴുതി ഉണ്ടാക്കുക. ഓൾറെഡി ഞാൻ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ്? ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കമ്പോണൻറ്റിൻ്റെയും ഫങ്ഷൻ ആ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോന്നും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക അവസാനം, ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് എന്ന്. അപ്പം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ലിപ്പിഡ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴും ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് ആയിരിക്കണം. ക്ലാസിഫിക്കേഷൻ്റെ എൻഡ് എന്ന് പറയുന്നത് മിസലേനിയസ് ലിപ്പിഡിലും എസ്സേൻ്റെ എൻഡ് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സിലും ആയിരിക്കണം. ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് രണ്ടാമതും എഴുതിയാൽ മതി. അങ്ങനെയാണ് എസ്സേ വൈൻഡപ്പ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, മിസലേനിയസ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതല്ലാത്ത അല്ലറ ചില്ലറ എന്ന് പറയുന്ന ഒരു കണക്കിലാണ് നമുക്ക് മിസലേനിയസിനെ പറയാം. സോ ദീസ് ആർ ലാർജ് നമ്പേഴ്സ് ഓഫ് കോമ്പൗണ്ട്സ് ദാറ്റ് പോസസ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിസിറ്റി, ഓക്കെ എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ മിസലേനിയസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് സ്ക്വാലീൻ, അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ്, പിഗ്മെന്റ്സ് ആണ്, ഹൈഡ്രോ കാർബൺസ് സച്ച് ആസ് പെൻഡാകോസൈൻ that is present in the beeswax, then terpenes etc. അപ്പോൾ ഇതൊക്കെ മിസലേനിയസ് ലിപ്പിഡ്സിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു കണ്ടന്റ് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി, 2 എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ മിസലേനിയസ് ലിപ്പിഡ്. സോ ഹിയർ വിത്ത് വി ആർ എൻറ്ററിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്. ഓക്കെ, ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ എഴുതാനുള്ളത് എന്താണ്, ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ് എന്നുള്ള ഒരു കമ്പോണൻറ്റ് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ്റെ എൻഡിൽ നിങ്ങൾ എഴുതണം. ഒരു 10 ഫംഗ്ഷൻ ഉണ്ടാവണം അതിൽ. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി 10 ഫംഗ്ഷൻ. എങ്ങനെയാണ് 10 ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഓരോ ലിപ്പിഡ് മോളിക്യൂളിൻ്റെയും ഫംഗ്ഷൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ എടുത്ത് എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ, ലിപ്പിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദേ ആർ നത്തിങ് ബട്ട് ദി ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലിപ്പിഡ് പ്രൊഫൈൽ എസ്റ്റിമേഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.